ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 കാർബറേറ്ററാണ്. അതായത് BS3 ആണ്. അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോരം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടുകളൊന്ന് പരിചയപ്പെടാം. അതായത് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ചോക്ക്, പിന്നെ വേണ്ടത് നമ്മുടെ ടാങ്കിൽ നിന്ന് പെട്രോൾ ഇറങ്ങുന്നൊരു പോർഷൻ, അതിനകത്ത് കൂടെയാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത്. പിന്നെ വേണ്ടത് എയർ സ്ക്രൂ, അതായത് നമ്മുടെ മൈലേജ് ട്യൂൺ ചെയ്യുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമുക്കിത് അഴിക്കാം. അപ്പോൾ സ്റ്റാറിന് രണ്ട് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് പഴയതേ കാർബറേറ്ററിന്. അപ്പോൾ പയ്യെ പ്രോപ്പർ ടൂൾ തന്നെ വെച്ച് പയ്യെ തട്ടി അഴിക്കാൻ നോക്കുക. അപ്പോൾ ഈ കാണുന്ന പോർഷനിലാണ് നമ്മുടെ പെട്രോൾ വന്ന് നിറയണ ഒരു പോർഷൻ. ഇതാണ് നമ്മുടെ ഫ്ലോട്ട്. ഈ ഫ്ലോട്ട് വന്ന് ക്ലോസ് ആകുമ്പോഴാണ് നമ്മുടെ പെട്രോളിൻ്റെ ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർഫ്ലോ വരും. ഫ്ലോട്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവർഫ്ലോ വരുന്നതാണ് വണ്ടിക്ക്. അഴിക്കുമ്പോൾ ത്രെഡും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ അയക്കുക. കുറച്ച് പഴയ കാർബറേറ്ററാണെങ്കിൽ അത്യാവശ്യം ടൈറ്റും കാര്യങ്ങളും ഉണ്ടാവും. അത് പയ്യെ തട്ടി അഴിച്ചാൽ മതി. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈഫ്രത്തിൻ്റെ സ്പ്രിങ്. അതായത് ആ റബ്ബറിൻ്റെ ആ കാണുന്ന പോർഷനാണ് ഡൈഫർ എന്ന് പറയുന്നത്. ഡൈഫ്രം വാക്കം പിസ്റ്റൺ അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ഫുള്ളസിയാണ് ഡൈഫ്രം പിസ്റ്റൺ നീഡിൽ ജെറ്റ്. ഡൈഫ്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ അവിടെ മുകളിൽ ഒരു ചെറിയ റബ്ബറിൻ്റെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് വീടിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈഫ്രം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡൈഫ്രത്തിനും കാര്യങ്ങളും ഫിക്സ് ചെയ്യുമ്പോഴും നമ്മൾ അഴിക്കുമ്പോഴും കറക്റ്റ് അതിൻ്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അതുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിസ്റ്റണും നീഡിൽ ജെറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തുമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് പഴക്കം വന്നുകൊണ്ട് തന്നെ ആ സ്ക്രൂ അഴിഞ്ഞു പോരുന്നില്ല. ഞാൻ കുറച്ചു നേരം നോക്കിയായിരുന്നു, പക്ഷെ അഴിയുന്നില്ല. അപ്പോൾ അതിനകത്ത് മൈന്യൂട്ടായിട്ട് കുറച്ച് പാർട്ടുകളുണ്ട്. സ്പ്രിങ്, വാഷർ, ഫിക്സിങ് പ്ലേറ്റ്, അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പാർട്ടുകളുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇത് അഴിയണില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതൊക്കെ കളയാണ്ട് നോക്കാം. പിന്നെ വരുന്ന പാർട്ടാണ് നമ്മുടെ മെയിൻ ജെറ്റ്, പൈലറ്റ് ജെറ്റ്. രണ്ടാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്ന വലുതാണ് മെയിൻ ജെറ്റ്. മെയിൻ ജെറ്റ് അയച്ചെടുക്കാം. ഇത് അല്പം ടൈറ്റ് ആണെങ്കിൽ 8ൻ്റെ ഒരു ഡബിൾ എൻഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ലൂസ് ആയതുകൊണ്ട് മൈനസ് ഉപയോഗിച്ച് എടുക്കുന്നുള്ളൂ. വണ്ടി ഹയർ RPMത്തിലായിരിക്കുമ്പോൾ മെയിൻ ജെറ്റിൽ കൂടെയും സ്ലോ സ്പീഡിലായിരിക്കുമ്പോൾ പൈലറ്റ് ജെറ്റിൽ കൂടെയാണ് പെട്രോൾ ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ജെറ്റ്. ഈ ഹോൾസിൽ കൂടെയാണ് പെട്രോൾ ഇറങ്ങുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ ഈ ജെറ്റിൻ്റെ ഹോൾസ് എല്ലാവരും നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. അടുത്ത നമ്മൾ അയക്കുന്നത് പൈലറ്റ് ജെറ്റാണ്. അതിൽ ചെറിയൊരു മൈനസ് ഉപയോഗിച്ച് നമുക്കത് അയച്ചെടുക്കാം. ഈ പൈലറ്റ് ജെറ്റിനെ സ്ലോ സ്പീഡ് ജെറ്റ്, പൈലറ്റ് ജെറ്റ് അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൈലറ്റ് ജെറ്റ്.
മെയിൻ ജെറ്റ് ക്ലീൻ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ ഹോൾസും കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അടുത്ത് നമുക്ക് ഫ്ലോട്ട് അയച്ചെടുക്കാം. ഫ്ലോട്ട് നമുക്കൊരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ടും നീഡിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലോട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഫ്ലോട്ടിൻ്റെ ആ ചെറിയ കാണുന്ന പോർഷനാണ് നീഡിൽ. അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് സെയിം ഓവർഫ്ലോ ഉണ്ടാവും. ഫ്ലോട്ടും നീഡിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ താഴെ ഒന്നും വീഴാതെ നോക്കുക. അടുത്ത് നമുക്ക് ചോക്ക് അഴിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 14-ൻ്റെ ഒരു ഡബിൾ എൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മാക്സിമം സാധനങ്ങൾ അഴിച്ചെടുക്കുമ്പോൾ ഒരു ട്രേ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ പാട്ടുകളും കളയാതെ എടുത്ത് മാറ്റി വയ്ക്കുക. അടുത്ത നമ്മുടെ എയർ സ്ക്രൂ, അതായത് കാർബറേറ്റർ ട്യൂൺ ചെയ്യണ സ്ക്രൂ. ഇതിനകത്താണ് നമ്മുടെ മൈലേജും ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ ട്യൂൺ ചെയ്യുമ്പോൾ നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ട്യൂൺ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്തൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കളയാണ്ട് നോക്കിയെടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തെ മെയിൻ പാർട്ടുകൾ. നമുക്ക് മെയിൻ ജെറ്റ് ക്ലീൻ ചെയ്യാം. അതിന് ക്ലീനറോ വല്ല സാധനമാണെങ്കിൽ കറക്റ്റ് അതിനകത്ത് വെച്ച് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റാണ് പോകണത്. അപ്പോൾ ആ ഹോൾസും കാര്യങ്ങളൊക്കെ കളഞ്ഞേക്കാം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. മെയിൻ ജെറ്റിനെ വീണ്ടും 2 പാർട്ടായിട്ട് തിരിക്കാം. അതിനാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ എൻഡ് സ്പാനറും ഒരു മൈനസും, ചെറിയ മൈനസ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സെയിം മൈനസ്. കുറച്ച് പഴയതുകൊണ്ട് അഴിയാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തു. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് അഴിഞ്ഞു പോകണത് കാണണേ. അപ്പോൾ പഴയതുകൊണ്ട് കുറച്ച് അഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഒന്നോരം ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. കുറച്ച് അഴിച്ചഴിച്ച് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് കറക്റ്റ് വ്യക്തമല്ല. കറക്റ്റ് എത്ര ഇത് എഴുതിയേക്കണേന്ന് കറക്റ്റ് വ്യക്തമല്ല. നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ വണ്ടിയുടെ പവർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജ് കൂട്ടാനും സാധിക്കും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പവർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വലുപ്പം കൂട്ടിയാൽ മതി. മൈലേജ് കൂട്ടണമെങ്കിൽ അതിൻ്റെ വലുപ്പം കുറച്ചാൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ എല്ലാ ഹോൾസും കാര്യങ്ങളും ക്ലീനർ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് അത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ഹോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീനർ പിന്നെ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ക്ലീനർ ഇല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ മെയിൻ ജെറ്റ്, പൈലറ്റ് ജെറ്റ് രണ്ടിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. എല്ലാ പാർട്ടുകളും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. ഇത് സെപ്പറേറ്റ് ചെയ്യണമെന്നായിരുന്നു, പക്ഷെ അത് കുറച്ച് പഴക്കമായതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ക്യാമറയിലൊന്നും ക്ലിയർ ആണെന്ന് അറിയില്ല, സ്ക്രൂവും കാര്യങ്ങളും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടക്കുന്നില്ല. അപ്പോൾ നമുക്കത് വിട്ടേക്കാം. കാർബറേറ്ററിൻ്റെ അതിനകത്ത് വന്നിരിക്കുന്ന ഹോൾസും കാര്യങ്ങളൊക്കെ മൊത്തം ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഡൈഫറത്തിന് വല്ല വിള്ളലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്യാം. അതായത് നമുക്ക് ഫ്ലോട്ട് ഫിക്സ് ചെയ്യാം. ഫ്ലോട്ടിൻ്റെ നീഡിൽ പിന്നെ
ചെറിയൊരു സ്ക്രൂമയാണ് ഫ്ലോട്ടും നീഡിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവർ ടൈറ്റും കാര്യങ്ങളും ചെയ്യേണ്ട, ഒരു മീഡിയം ടൈറ്റിൽ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടിൻ്റെ നീഡിലിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡൈഫ്രം ഫിക്സ് ചെയ്യുമ്പോൾ ഡൈഫർത്തുമ്പോൾ ഒരു മാർക്കിങ്ങും കാർബറേറ്ററുമ്പോൾ ഒരു മാർക്കിങ് കാണാം. അത് നോക്കി ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ കാർബറേറ്റർ ട്യൂൺ ചെയ്യിക്കുമ്പോൾ നല്ലൊരു മെക്കാനിക് കൊണ്ട് തന്നെ ട്യൂൺ ചെയ്യിക്കാൻ ശ്രമിക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.